ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വീണ്ടും യുദ്ധഭീതിയുടെ കേന്ദ്രമായി മാറുകയാണ്. കടലിടുക്കിലൂടെ സഞ്ചരിച്ച് 3 വ്യാപാര കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി കാണപ്പെടുന്നു. അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം വൺ മജസ്റ്റി, സ്റ്റാർ ഗിന്നത്ത്, മയൂരി നാരി എന്നീ കപ്പലുകൾക്കാണ് ആക്രമണത്തിൽ കേടുപാടുകൾ നേരിട്ടത്. ഡ്രോണുകളോ പ്രൊജക്ടൈലുകളോ ഉപയോഗിച്ചായിരിക്കും ആക്രമണം എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചില കപ്പലുകളിൽ തീപിടുത്തവും ഉണ്ടായി. ഈ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന സംശയം ശക്തമാണ്. അടുത്തിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ സൈനിക നീക്കങ്ങൾക്ക് പ്രതികാരമായാണ് കടലിൽ സമ്മർദ്ദം സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ വിലയിരുത്തൽ. ലോകത്തിലെ എണ്ണ ഗതാഗതത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന വഴിയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ്. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ആക്രമണം പോലും ആഗോള എണ്ണവില ഉയരാനും ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആഘാതം ഉണ്ടാകാനും കാരണമാകാം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഒരു സാധാരണ കടൽ സംഭവമല്ല. പടിഞ്ഞാറൻ ഏഷ്യൻ സംഘർഷം ഭൂഖണ്ഡത്തിൽ നിന്നും കടലിലേക്കും വ്യാപിക്കുന്നതിന്റെ വലിയ മുന്നറിയിപ്പായി ലോകം ഇതിനെ കണക്കാക്കുകയാണ്. പടിഞ്ഞാറൻ ഏഷ്യയിലെ സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്ന സൂചന നൽകുന്ന സംഭവമാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്കിൽ 3 വ്യാപാര കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ ഗതാഗത പാതകളിൽ ഒന്നായ ഈ കടലിടുക്ക് വഴി ദിവസവും വൻതോതിൽ എണ്ണയും ഗ്യാസും കടന്നു പോകുന്നു. അതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സൈനിക സംഭവവും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാൻ കഴിവുള്ളതാണ്. അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 വ്യാപാര കപ്പലുകളാണ് ആക്രമണത്തിനിരയായത്. വൺ മജസ്റ്റി, സ്റ്റാർ ഗിന്നത്ത്, മയൂരി നാരി എന്നീ കപ്പലുകളാണ് പ്രധാനമായും കേടുപാടുകൾ നേരിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ആക്രമണം ഡ്രോണുകളോ ചെറു പ്രൊജക്ടൈലുകളോ ഉപയോഗിച്ചായിരിക്കാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചില കപ്പലുകളിൽ തീപിടുത്തമുണ്ടായതായും ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റാൻ അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെതിരായ ആക്രമണം തുടർന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണ കടത്തുന്നത് തടയുമെന്ന്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ ആക്രമണം വലിയ ഭീഷണിയായി വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിന് പിന്നാലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാവികസേനയും മറ്റ് സംഖ്യാരാജ്യങ്ങളും പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. വ്യാപാര കപ്പലുകൾക്ക് സുരക്ഷാ മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. നിരവധി ഷിപ്പിംഗ് കമ്പനികൾ താൽക്കാലികമായി ഈ പാത ഒഴിവാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ സാഹചര്യം തുടരുകയാണെങ്കിൽ ലോക സാമ്പത്തിക രംഗത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം. എണ്ണവില കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട്. അതോടെ ഇന്ധനവിലയും ഗതാഗത ചെലവും വർദ്ധിക്കുകയും പല രാജ്യങ്ങളിലുമുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂടുകയും ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം ഒരു സാധാരണ കടൽ സുരക്ഷാ പ്രശ്നമല്ല. അത് പടിഞ്ഞാറൻ ഏഷ്യൻ യുദ്ധം ഭൂഖണ്ഡത്തിൽ നിന്ന് കടലിലേക്കും വ്യാപിക്കാമെന്ന മുന്നറിയിപ്പായി അന്താരാഷ്ട്ര സമൂഹം കാണുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇറാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ എന്നിവയുടെ നീക്കങ്ങൾ എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.